എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 7ാം ക്ലാസ്, +2 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുമുണ്ട്. 50 വയസ്സ്, 45 വയസ്സ് തുടങ്ങിയ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും അതുപോലെ തന്നെ കുടുംബശ്രീക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഓരോ തസ്തികയ്ക്കും അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, പ്രായപരിധി, ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ്, അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം. ആദ്യത്തേത് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവാണ്. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലാണ് ദിവസവേതന നിരക്കിൽ എക്സ്റേ വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നത്. ഈ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത +2 സയൻസ്, PSC അംഗീകൃത DRT അല്ലെങ്കിൽ BSc റേഡിയോളജിയാണ്. പ്രായപരിധി 45 വയസ്സാണ്. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, ആധാർ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, കാറ്റഗറി എന്നിവ തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം ഒക്ടോബർ 9 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് കുടുംബശ്രീക്ക് കീഴിലുള്ള ഒഴിവുകളാണ്. മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരുടെ ഒഴിവുകളാണ്. പത്തനംതിട്ട കോയിപ്രം ബ്ലോക്കിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പദ്ധതിയിലേക്കാണ് ഫീൽഡ് തല പ്രവർത്തനത്തിന് മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരെ തിരഞ്ഞെടുക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരതാമസക്കാരായ 25 മുതൽ 45 വയസ്സുവരെ പ്രായമുള്ള +2 യോഗ്യതയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മികവ് അഭികാമ്യ യോഗ്യതയായി പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓണറേറിയം ലഭിക്കുന്നത്. ചെറുകിട സംരംഭ മേഖലകളിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷ, സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അയൽക്കൂട്ട അംഗത്വം തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം എന്നിവ സഹിതം പഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഓഫീസിലോ ജില്ലാ മിഷൻ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, കളക്ടറേറ്റ്, 3ാം നില, പത്തനംതിട്ട. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഒക്ടോബർ 13 വൈകിട്ട് 5 മണി വരെയാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലെ ഒഴിവുകളാണ്. വ്യാവസായിക പരിശീലന വകുപ്പ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന IT സെല്ലിലേക്കാണ് കരാറടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി ഇന്റർവ്യൂ നടത്തുന്നത്. യോഗ്യത SSLCയും NTC or STC in COPA. ശമ്പളം 22,240 രൂപയാണ്. നിശ്ചിത യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം ട്രെയിനിംഗ് ഡയറക്ടറേറ്റ്, 5ാം നില, തൊഴിൽ ഭവൻ, വികാസ് ഭവൻ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഒക്ടോബർ 6 രാവിലെ 11 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. അടുത്തത് ഇൻസ്ട്രക്ടർ തസ്തികയിലെ ഒഴിവാണ്. കോഴിക്കോട് ഗവൺമെന്റ് ITIയിലാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക നിയമനത്തിനായി ഒക്ടോബർ 6 രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ നടത്തുന്നത്. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ BTechഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ NTC or NCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. നിശ്ചിത യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഒക്ടോബർ 6 രാവിലെ നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ്. അടുത്തത് നഴ്സിംഗ് കോളേജിലേക്ക് ഹെൽപ്പർ തസ്തികയിലുള്ള ഒഴിവാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള താനൂരിലെ CMET കോളേജ് ഓഫ് നഴ്സിംഗിലേക്കാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഹെൽപ്പറെ നിയമിക്കുന്നത്. 7ാം ക്ലാസ് പാസ്സായ 45 വയസ്സ് കവിയാത്തവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ടായിരിക്കും. പ്രതിദിന വേതനം 660 രൂപയാണ്. താൽപ്പര്യമുള്ളവർ അപേക്ഷയും ബയോഡാറ്റയും വയസ്സും യോഗ്യതയും തെളിയിക്കുന്ന രേഖകൾ സഹിതം ഒക്ടോബർ 9 പ്രിൻസിപ്പൽ, CMET കോളേജ് ഓഫ് നഴ്സിംഗ്, താനൂർ, GHSS ചെറിയമുണ്ടം ക്യാമ്പസ്, തലക്കടത്തൂർ PO, പിൻ 676103 എന്ന വിലാസത്തിലോ CMET കോളേജ് ഓഫ് നഴ്സിംഗ് താനൂർ @gmail.com എന്ന ഇമെയിലിലോ നേരിട്ടോ അപേക്ഷ നൽകാവുന്നതാണ്. അടുത്തത് കെയർ ഗീവർമാരുടെ ഒഴിവുകളാണ്. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ പകൽവീട് പദ്ധതിയിലേക്കാണ് കരാറടിസ്ഥാനത്തിൽ കെയർ ഗീവർമാരെ നിയമിക്കുന്നത്. ഇന്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 8 രാവിലെ 11 മണി മുതൽ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ്. പ്രതിമാസം ഓണറേറിയം 7,000 രൂപയാണ്. 50 വയസ്സിൽ താഴെ പ്രായമുള്ള +2 യോഗ്യതയുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്.
ANM ജെറിയാട്രിക് കെയർ ഡിപ്ലോമ, പാലിയേറ്റീവ് കെയർ ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചവർക്കും ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാർക്കും മുൻഗണനയുണ്ട്. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും സഹിതം ഒക്ടോബർ 8 രാവിലെ 11 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.